നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിന്നടക്കം അനധികൃതമായി കുടിയേറിയിട്ടുള്ള ആളുകളെ സ്വന്തം രാജ്യത്തേക്ക് പറഞ്ഞയക്കുന്നതിനെതിരെ വ്യാപക വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നതിനിടയിൽ ഇപ്പോഴിതാ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കവേ ഇത്തരത്തിൽ ഒരു മലയാളി വെടിയേറ്റു മരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തുമ്പ സ്വദേശി ഗബ്രിയേലാണ് മരിച്ചത്. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കവെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റു മരിച്ചിരിക്കുന്നത്. അനധികൃത കുടിയേറ്റത്തിനായിരുന്നു ശ്രമമെന്നാണ് സൂചന പുറത്തുവരുന്നതും സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇസ്രായേൽ ജയിലിലെന്നാണ് വിവരം. വെടിയേറ്റ ഒരാൾ തിരികെ നാട്ടിലെത്തിയിരുന്നു. ഇയാളാണ് ഗബ്രിയേൽ മരിച്ച വിവരം അറിയിച്ചത്. മേനകുളം സ്വദേശി എഡിസൺ ആണ് നാട്ടിലെത്തിയത്. ഗബ്രിയേലിന്റെ കുടുംബത്തെ എംബസി വിളിച്ച് വിവരം അറിയിച്ചതായാണ് റിപ്പോർട്ട്. തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേരയാണ് മരിച്ചത്. തലയ്ക്ക് വെടിയേറ്റാണ് മരണം. തോമസിനൊപ്പം ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച മേനകുളം സ്വദേശി എഡിസൺ ആണ് നാട്ടിലെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് കാലിന് പരിക്കുണ്ട്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് 2 മലയാളികൾ ഇസ്രായേൽ ജയിലിലാണെന്നാണ് വിവരം. ജോർദാനിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയതായിരുന്നു ഗബ്രിയേൽ. 4 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. വലിയ പ്രതിസന്ധി അതിജീവിച്ചാണ് എഡിസൺ നാട്ടിലെത്തിയത്. ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ആർക്കും വ്യക്തമല്ല. സംഘം ഇസ്രായേലിലേക്ക് കടക്കുന്നത് തടയാൻ ജോർദാൻ സൈന്യം ശ്രമിക്കവേ ഇവർ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിക്കുകയും തുടർന്ന് സൈന്യം വെടിവെയ്പ് നടത്തുകയുമായിരുന്നു. കാലിൽ വെടിയേറ്റ എഡിസണെ ചികിത്സയ്ക്ക് ശേഷം ജോർദാൻ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. ഗബ്രിയേലിന്റെ മരണം സംബന്ധിച്ച് കുടുംബത്തിന് എംബസിയിൽ നിന്നുള്ള ഇമെയിൽ സന്ദേശം അറിയിച്ചിരുന്നെങ്കിലും കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തുടർന്ന് പരിക്കേറ്റ എഡിസൺ നാട്ടിലെത്തിയതോടെയാണ് ഗബ്രിയേലിന്റെ മരണവിവരം പുറത്തറിഞ്ഞത്. സമീപവാസികളായ ഗബ്രിയേൽ പെരേരയും എഡിസണും ഒന്നിച്ചാണ് ജോർദാനിലെത്തിയത്. അതേസമയം ഇവർ ടൂറിസ്റ്റ് വിസയിലാണ് പോയതെന്നാണ് ഗബ്രിയേലിന്റെ കുടുംബം പറയുന്നത്. തലയ്ക്ക് വെടിവെച്ചതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇവരെ ഇസ്രായേലിലേക്ക് കടത്താൻ ഏജന്റ് ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇവരെക്കുറിച്ച് പോലീസും ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചു. പോലീസും കേന്ദ്ര ഏജൻസികളും വിശദമായ ചോദ്യം ചെയ്യും. എംബസി വഴി വിവരശേഖരണത്തിനും ശ്രമിക്കുന്നുണ്ട്. മേനകുളത്തുകാരനാണ് പോയത്. ഇവരെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഇടനിലക്കാരായി പ്രവർത്തിച്ചിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട്. റഷ്യയിലും മറ്റും പോയി യുദ്ധമുഖത്ത് കുടുങ്ങിയവരും ഈ മേഖലയിലുണ്ട്. ഇസ്രായേൽ ജോലി തേടിയാണ് കുടിയേറ്റത്തിന് ശ്രമമെന്നായിരുന്നു എഡിസൺ പറയുന്നത്. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നോ എന്നും പരിശോധിക്കും. ഇസ്രായേൽ ഇന്ത്യൻ എംബസിയെയും കേന്ദ്ര ഏജൻസികൾ ബന്ധപ്പെടുമെന്നാണ് സൂചന. നിരവധി ക്രിമിനൽ സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്ന മേഖലയാണ് കഴക്കൂട്ടത്തെ മേനകുളം. ഈ മേഖലയിൽ നിന്ന് യുവാക്കളെ പലതിനും റിക്രൂട്ട് ചെയ്യുന്നുവെന്ന സംശയവും ഇതിനു മുൻപും സജീവമാണ്.